Hello, welcome to Shahanas recipes. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. പഴുത്തത് കിട്ടി തുടങ്ങിയിട്ടില്ല, പച്ചമാങ്ങയാണ് കൂടുതലും. അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ്. വളരെ എളുപ്പമാണ്, ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്, ഒന്ന് ചെനച്ച് തുടങ്ങിയ മാങ്ങയാണ്. അതായത് ഒന്നങ്ങ് കളറ് മാറി ഒരു മഞ്ഞ കളറായി തുടങ്ങിയ മാങ്ങയാണ്, എന്നാൽ പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ കൂടി എടുത്തിട്ടുണ്ട്, 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ പുളിപ്പും അതുപോലെ പഞ്ചസാരയുടെ മധുരം എല്ലാം കൂടെ ഒന്നങ്ങ് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഐസായിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ കുടിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിനി അരിച്ചെടുക്കാൻ മാത്രമൊന്നുമില്ല, നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതാ കണ്ടോ, ഇതുപോലെയാണ് ഈ ഒരു മാംഗോ ജ്യൂസ് കുടിക്കാൻ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല രുചിയാണ്. ആ ഒരു കളറൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവർക്കും തന്നെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഇത്തിരി മൂത്ത മാങ്ങ എടുത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് പുളി ഇല്ലാത്ത മാങ്ങയായിരിക്കും ഇത് കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ ആരെങ്കിലുമൊക്കെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.